സർ, ഞാൻ കുറേ ആയിട്ട് ചോദിക്കാൻ വിചാരിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു മനസ്സിൽ. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആടുജീവിതമാണെങ്കിലും മഞ്ഞവെയിൽ മരണങ്ങളിലും പിന്നെ ഇപ്പോൾ മൾബറിയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഈ യാദൃശ്ചികത എന്നുള്ളൊരു സംഭവം, ജീവിതത്തിലെ യാദൃശ്ചികത, ഇപ്പോൾ മഞ്ഞവെയിൽ മരണങ്ങളിൽ യാദൃശ്ചികതകളുടെ ആകെ തുകയാണ് ജീവിതം എന്നുള്ളൊരു കൊട്ടേഷൻ വരുന്നുണ്ട്. ഈ വിധി, നിയോഗം, യാദൃശ്ചികതകൾ, ഈ ഒരു മൂന്നെണ്ണത്തിൻ്റെ ഒരു മിക്സപ്പ് ഏകദേശം എല്ലാ പുസ്തകങ്ങളിലും മാഷ് എഴുതിയതിൽ വരുന്നുണ്ട്. അത് എങ്ങനെയാണ് ആ ഒരു വിധി, നിയോഗം, യാദൃശ്ചികതകൾ, അതൊരു റൈറ്റർ എന്നുള്ള നിലയിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ചും അത് നോവലുകളിലേക്ക് ഇടചേർക്കുന്നതിനെ കുറിച്ചും പറഞ്ഞാൽ. നമ്മുടെ ജീവിതവുമായിട്ടും നമ്മുടെ ഓർമ്മയുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കഥാപാത്ര രൂപീകരണവും കഥാസന്ദർഭ രൂപീകരണവും ഒക്കെ ഉണ്ടാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായി നോക്കുമ്പോൾ ഈ മൂന്നിൻ്റെയും കൂട്ടുചേരകൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ബെന്യാമിൻ എന്ന് പറയുന്ന ഒരാളുണ്ടായത് എന്ന് ഞാൻ എപ്പോഴും സ്വയം വിശ്വസിക്കുന്നത്. കാരണം ഒരിക്കലും സാഹിത്യം ഇഷ്ടപ്പെട്ട ഒരാളോ സാഹിത്യകാരനാവണോ എന്ന് ആഗ്രഹിച്ച ഒരാളോ പുസ്തകം കൂടെ കൊണ്ട് കടന്ന ഒരാളോ ഒന്നുമല്ല. പക്ഷേ യാദൃച്ഛവശാൽ ഗൾഫിൽ വരുന്നു, അവിടെ നിന്ന് വായന ആരംഭിക്കുന്നു, അവിടെ നിന്ന് പതിയെ ആണെങ്കിൽ എഴുത്തിലേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനറിയാത്ത എന്തോ ഒരു നിയോഗം എന്നെ ഭരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തപ്പെട്ടതെന്ന് ഉണ്ട്. കാരണം ഞാൻ കടന്നുപോയ അതേ വഴിയിലൂടെ കടന്നുപോയ സുഹൃത്തുക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, എൻ്റെ കൂടെ താമസിച്ചവരുണ്ട്, ഇതേ സാഹചര്യങ്ങളുണ്ട്. അവരാരും ആയി തീർന്നില്ല. സാഹിത്യത്തോട് ഇഷ്ടമുണ്ടായില്ല, അവരാരും സാഹിത്യകാരന്മാരായി തീർന്നില്ല. അപ്പം ഞാൻ സാഹിത്യകാരനായി തീരണം എന്ന ഒരു നിയോഗമോ വിധിയോ ഒക്കെ ഉണ്ട് എന്ന ഒരു തോന്നലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അത്തരം കഥാസന്ദർഭങ്ങളും ഉണ്ടാകുന്നത്. പിന്നെ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും ഓരോ മുന്നോട്ടുള്ള യാത്രകളും നമ്മൾ പരിശോധിക്കുമ്പം യാദൃശ്ചികതകളുടെ അനേകം തുകയാണ് ജീവിതമെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരിക്കലും വിചാരിച്ച പോലെ ആയിരുന്നില്ല നമ്മുടെ ജീവിതം, നമ്മൾ സ്വപ്നം കണ്ടതൊന്നും ആയി തീർന്നില്ല നമ്മുടെ ജീവിതം. എന്നാൽ സ്വപ്നം കാണാത്ത എത്രയോ ഇടങ്ങളിൽ യാത്ര ചെയ്യാൻ, എത്രയോ മനുഷ്യരെ കണ്ടുമുട്ടാൻ ഒക്കെ നമുക്ക് അവസരമുണ്ടാകുന്നു. അപ്പം അതിനൊക്കെ എന്തോ ഒരു യാദൃശ്ചികതകളുണ്ട് ഈ കൂട്ടുമുട്ടലിനും ഈ ഇവിടെ എത്തപ്പെടുന്നതിനും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് നമ്മൾ അത്തരം കഥാസന്ദർഭങ്ങൾ സൃഷ്ടിക്കുന്നത്. എല്ലാ കഥാസന്ദർഭങ്ങളും അത്തരം നമ്മളുടെ ചില ആലോചനകളിൽ നിന്ന്, നമ്മളുടെ ചില ജീവിത പാഠങ്ങളിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. അല്ലാതെ ശൂന്യതയിൽ നിന്ന് നമുക്കൊരു കാര്യം സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ നിരന്തരം ആലോചിക്കുന്ന, നമ്മളെ മതിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് കഥാസന്ദർഭങ്ങളാക്കി വരുന്നത്. മൾബറിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അതിലും കണ്ടു ഈ കിളികളുടെ വിധിയെക്കുറിച്ചും ജീവജാലങ്ങൾ അതിനെക്കുറിച്ചൊരു പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കസാൻ സാക്കി സാറിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട എഴുത്തുകാരനെന്ന് അറിയാം. ഇപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച സമയത്തും പറഞ്ഞു, സിസ്റ്റർ സ്പീക്ക് മീ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ആൽമണ്ട് ട്രീ ബ്ലോസംഡ് എന്നുള്ളതും, പിന്നെ ദൈവമേ ഞാൻ എന്തായി തീരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ എന്നെ അതാക്കി തീർക്കണമേ എന്ന പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്ന നിലയിൽ ബെന്യാമിൻ എന്ന റൈറ്ററുടെ ആ ഒരു വ്യക്തിയുടെ ഒരു സ്പിരിച്വാലിറ്റി എന്നുള്ള ആശയം, തിയോളജിക്കലായിട്ടുള്ള പെർസ്പെക്റ്റീവ്, അതെന്താണെന്ന് അറിയാൻ. തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആർത്തിയുടെ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഭീതിയുടെ സംസ്കാരമൊന്നും അല്ല യഥാർത്ഥ ആത്മീയത മുന്നോട്ട് വെക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വളരെ നിർമ്മമനായി ജീവിച്ചു പോവുകയും നമ്മൾ ഒന്നിനും ആർത്തിയില്ലാതിരിക്കുകയും നമ്മൾ ശാന്തമായി ദൈവത്തോട് ഒന്നിനുമല്ലാതെ സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു ആത്മീയതയുടെ ഒരു കാലം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരം ആത്മീയതയാണ് യഥാർത്ഥത്തിൽ കസൻ സാക്കിസ് മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പൂടാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ പുതിയ കാലത്തിൽ ദൈവത്തിനോട് അടുക്കുന്നത്, ദൈവത്തിനെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ ചില ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയും നമ്മളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാകുന്ന ഒരു കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തായിട്ട് നമുക്ക് അത്തരമൊരു ശക്തി ഉണ്ടെങ്കിൽ അതിനോട് സംവേദിക്കാൻ കഴിയുക, ഒന്നിനുമല്ലാതെ സംസാരിക്കാൻ പറ്റുക. നമ്മൾ എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു അതായി തീരാൻ വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കുക. ഇപ്പം ടാഗോറിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഞാൻ എനിക്ക് ആവശ്യമില്ലാത്തവ നിരസിച്ച് എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നു. അപ്പം നമ്മളുടെ ഈ ഇത്തരം ആർത്തി പൂണ്ട സ്പിരിച്വാലിറ്റി എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് അങ്ങനെയല്ല സ്പിരിച്വാലിറ്റി എന്ന് വിചാരിക്കുന്ന ഒരാളിന് ആണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആശയങ്ങളോട് അടുത്ത് നിൽക്കുന്ന പുസ്തകങ്ങൾ, അത്തരം ആശയങ്ങൾ എഴുതിയ എഴുത്തുകാരോട് നമുക്ക് ഭയങ്കര ഒരു അഭിനിവേശമുണ്ടാവും. എങ്ങനെയാണ് നമുക്കൊരു എഴുത്തുകാരനോട് ഇഷ്ടം തോന്നുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മളെക്കാൾ മനോഹരമായി മറ്റൊരാൾ പറഞ്ഞു വെക്കുന്നുവെന്ന് കാണുമ്പോഴാണ് നമുക്ക് അയാളോട് ഭയങ്കര ഒരു ആകർഷണം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം വളരെ മനോഹരമായി പറഞ്ഞു വെക്കുന്നു എന്നുള്ളിടത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളാണ് എന്നെ കസൻ സാക്കിസിലേക്ക് അടുപ്പിച്ചതെന്ന് തോന്നുന്നു.
പിന്നെ ഇപ്പോൾ മൾബറി വായിച്ച സമയത്ത് ഇപ്പോൾ ഷെൽവിയുടെയും ഡെയ്സിയുടെയും ജീവിതം കത്തുകളിലൂടെയുള്ള ഓർമ്മകളുടെ കളക്ഷനൊക്കെ അതിൽ പറയുന്നുണ്ടല്ലോ. അതിൽ തന്നെ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് നമുക്കൊരു വാട്സപ്പ് മാത്രം മതി, ഒരു ക്ലിയർ ചാറ്റ് അടിച്ചാൽ നഷ്ടപ്പെടുന്ന അത്ര മാത്രമേ നമ്മുടെ ഓർമ്മകൾ നിൽക്കുന്നുള്ളൂ. അങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം ആ കത്തുകളും ഇതും തമ്മിലുള്ള പ്രണയത്തിന്റെ. ഞങ്ങളുടെയൊക്കെ കാലത്ത് കത്തുകൾ കൊണ്ട് ഞങ്ങൾ സൗഹൃദം പണിഞ്ഞവരും കത്തുകൾ ജീവിച്ചവരും ഒക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സുദീർഘമായ കത്തെഴുത്തുകളാണ് എന്നെ സാഹിത്യത്തിലേക്ക് പോലും കൊണ്ടുവന്നെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ, ചിന്തകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ആകുലതകളൊക്കെ പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഇടമായിരുന്നു അന്ന് കൂട്ടുകാർക്ക് എഴുതുന്ന കത്തുകൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു സെഷനിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞതുപോലെ കൂട്ടുകാർക്ക് പ്രണയലേഖനങ്ങൾ എഴുതി ആണ് ഞാൻ അപ്പം നമുക്കല്ലെങ്കിൽ പോലും അപ്പം അന്നത്തെ കാലത്തൊക്കെ ഇപ്പം തന്നെ എൻ്റെ എത്രയോ കൂട്ടുകാർ ഞാൻ എഴുതിയ കത്തുകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നുണ്ട്. അതൊക്കെ ഒരു കാലത്തിൻ്റെ ഓർമ്മയാണ്. കുറേ കാലം കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കത്തുകൾ നമ്മുടെ കൗമാരം എങ്ങനെയായിരുന്നു, നമ്മുടെ കാലം എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളൊരു ഓർമ്മ വരുന്നത്. അത് ഈ പുതിയ കാലത്ത് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ നമ്മളൊന്ന് മൊബൈൽ മാറുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഫോട്ടോകൾ, നമ്മളൊരു ക്ലിയർ ചാറ്റ് അടിക്കുന്നതോടുകൂടി നമ്മൾ പങ്കുവെച്ച വികാരങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് കത്തുകൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.